ഹായ്, വെൽക്കം ടു ക്യാമ്പസ് വേസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓൺലൈൻ ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ മുൻപും ചാനലിൽ ഇത് ഈ സെയിം ടോപ്പിക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നൊരു ടോപ്പിക്ക് കൂടിയാണ്. അതായത് കോളേജിൽ പോയി ഡിഗ്രി ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഡിസ്റ്റൻറ്റ് ഡിഗ്രിയും ഓൺലൈൻ ഡിഗ്രിയും. അതിൽ ഡിസ്റ്റൻറ്റ് ഡിഗ്രിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നുള്ളത് ഓൺലൈൻ ഡിഗ്രിയാണ്. ഒരുപാട് ഡൗട്ട്സും വരാറുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രി UGC അംഗീകൃതമുള്ളതാണോ, ഇത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്, എബ്രോഡ് പോകാൻ പറ്റുമോ, അതുപോലെ തന്നെ PSC അംഗീകൃതമാണോ, ക്ലാസ്സസ് എങ്ങനെ, അങ്ങനെ നിരവധി ഡൗട്ട്സ് ആണ് ഈ ഓൺലൈൻ ഡിഗ്രിയെക്കുറിച്ച് വരാറുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് UGC അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി തന്നെയാണ് ഓൺലൈൻ ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സസ് എല്ലാം തന്നെ ഓൺലൈൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആയിരിക്കും ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്തെന്നിരിക്കട്ടെ, ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിലെ സബ്ജക്ട്സുകൾ പഠിപ്പിക്കുന്ന അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ക്ലാസ്സസ് എടുക്കുന്നത്. ഈ ഫാക്കൽറ്റീസിനോട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ അതേ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അടക്കം ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ആയിട്ടുള്ള അവസരം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റുഡൻറ്റ് റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും ഇവർക്കൊരു വെർച്വൽ വേൾഡിൽ ഓൺലൈൻ ത്രൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോളേജിൽ പോയി നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളിലെല്ലാം അപ്പുറം അതിൻ്റെ മെയിൻ കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അറിവ് നേടാം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടല്ലോ. നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ നാളെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഓൺലൈനിൽ നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ്സസ്, അത് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് എപ്പോഴും ബെറ്റർ ഓൺലൈൻ ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്കൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ക്ലാസ്സസും കിട്ടത്തില്ല, സ്റ്റഡി മെറ്റീരിയൽസ് അവർ കൊറിയർ ചെയ്ത് തരിക ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറിയർ ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേട്ടിട്ടുണ്ട്, ഓൺ ടൈം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാറില്ല. ഇപ്പോൾ എക്സാം കഴിഞ്ഞൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈൻ ഡിഗ്രിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നിങ്ങൾക്ക് ഓൺ ടൈം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. കാരണം ഈ ബുക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റൻറ്റ് ഡിഗ്രിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്, ഇപ്പം നിങ്ങളൊരു ഓൺലൈൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. ഇപ്പോൾ റെഗുലർ ബാച്ചിനെ പോലെ തന്നെ ക്ലാസ്സസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ 3960 ലേണിംഗ് അവേഴ്സും അതുപോലെ 132 ക്രെഡിറ്റ് പോയിന്റ്സും കൂടി കിട്ടുന്നുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ. ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്ലാസ്സസും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലേണിംഗ് അവേഴ്സും ഇല്ലും. അതുപോലെ തന്നെ 90 to 100 ക്രെഡിറ്റ് പോയിന്റ്സേ മാക്സിമം കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ പ്രയോജനം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ വിദേശത്തോട്ട് ജോലിക്ക് ശ്രമിക്കുമ്പം, വിദേശത്തോട്ട് പോകുമ്പോൾ ഇപ്പം എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. എല്ലാ വിദേശ രാജ്യങ്ങളും നോക്കുന്നത്, അതായത് മിനിമം 126 ക്രെഡിറ്റ് പോയിന്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നാലും നമുക്ക് ഡിഗ്രി വെച്ചുള്ള ഹയർ സ്റ്റഡീസ് ആണെങ്കിലും ജോലി ആണെങ്കിലും അവിടെ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. റെഗുലറുകാരെ പോലെ തന്നെ 132 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 100 ക്രെഡിറ്റ് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങൾ നിങ്ങളെ ഡിപ്ലോമ ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓൺലൈൻ ഡിഗ്രിയുടെ എക്സാംസ് എല്ലാം ഓൺലൈൻ ത്രൂ ആയിരിക്കും. നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ എക്സാം സെൻറ്റർ എവിടെയാണോ അവിടെ വന്ന് എക്സാം എഴുതേണ്ടി വരും. ഇപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നാട്ടിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ നാട്ടിലില്ലാത്ത സാഹചര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ലീവ് കിട്ടാത്ത സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല. അതിന് അടുത്ത സെമസ്റ്റർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്കൊരു വെബ് ക്യാം ഉള്ളൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും എക്സാം എഴുതാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 1.5 മാസത്തിൽ തന്നെ സപ്ലിമെൻ്ററി എക്സാമും വരുന്നുണ്ട്. അതുപോലെ റിസൾട്ടും വളരെ ഫാസ്റ്റായിട്ടാണ് ഓൺലൈൻ ഡിഗ്രിയുടെ വരുന്നത്. പല യൂണിവേഴ്സിറ്റീസും 2 days അല്ലെ 3 days അല്ലെ 1 വീക്കിൽ മാക്സിമം 1 വീക്കിൽ തന്നെ റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വരുന്നൊരു മെയിൻ ഡൗട്ട്, ഇത് PSC എക്സാം എഴുതാൻ അംഗീകൃതമാണോ എന്നുള്ളതാണ്. PSC എക്സാം എഴുതാനായിട്ട് ഓൺലൈൻ ഡിഗ്രി അംഗീകൃതം ഉള്ളതാണെന്ന് UGC പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് NIRFൻ്റെ ആദ്യത്തെ 100-നുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും ഇന്ത്യയിലെ ഏത് PSC UPSC എക്സാംസിന് എലിജിബിൾ ആണ്. ഏകദേശം ഒരു 165+ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ നിലവിൽ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതായത് നാക് സ്കോർ 3.26 ഔട്ട് ഓഫ് 4 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ UGCയുടെ നിയമപ്രകാരം ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ. പല യൂണിവേഴ്സിറ്റീസിന് പല ഫീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസിൽ എല്ലാ അഫിലിയേഷനും ഈ പറഞ്ഞ NIRFൻ്റെ റാങ്കിങ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ അഫിലിയേഷനും പ്രോപ്പർ ക്ലാസ്സസും നല്ല പാസ് പെർസെൻറ്റേജും ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ഞാൻ നോക്കിയിട്ട് എനപ്പോയ യൂണിവേഴ്സിറ്റി ഒരു നല്ലൊരു ഓപ്ഷനാണ്. എനപ്പോയ യൂണിവേഴ്സിറ്റി കർണാടക ബേസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതായത് ദക്ഷിണ കർണാടകയിലെ ഫസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. 1991 തൊട്ട് അവർക്ക് എനപ്പോയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് ഉണ്ട്. 2008 അവർ യൂണിവേഴ്സിറ്റി ആയത്. പിന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ കരിക്കുലം ഒക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണോ എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്താലേ UGC അവർക്ക് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അനുമതി കൊടുക്കത്തുള്ളൂ. അതായത് ഇപ്പം ഫാക്കൽറ്റീസ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ PhD ക്വാളിഫയേഴ്സ് ആയിരിക്കും. നല്ല പാസ് പെർസെൻറ്റേജ് ഉണ്ട്. അതുപോലെ കോഴ്സസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കരിക്കുലം വെൽ അപ്ഡേറ്റഡ് ആണ്. എല്ലാ വർഷവും പുതിയ പുതിയ ടെക്നോളജീസ് ഇപ്പം നമ്മുടെ നാടിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിന് അനുസൃതമായിട്ട് അവർ അവരുടെ കരിക്കുലം സ്ട്രക്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല പാസ് പെർസെൻറ്റേജും ഉണ്ട്, നല്ല പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവർ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. റെഗുലർ ബാച്ചിൽ എനപ്പോയ്ക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അവർക്ക് ബാംഗ്ലൂരും മംഗലാപുരവും ക്യാമ്പസുകളുണ്ട്. മാംഗ്ലൂരാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് വരുന്നത്. പിന്നെ പറയാനുള്ളത് എനപ്പോയെ പറ്റി, എനപ്പോയിൽ അവർ ഓൺലൈൻ ഡിഗ്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 3 കോഴ്സസ് ആണ്. BCA, BBA, BCom ഈ 3 കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സസിൻ്റെ ഒക്കെ കൂടെ തന്നെ എനപ്പോയ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് BCom വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, BBAയുടെ കൂടെയാണെങ്കിൽ BBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ജനറൽ മാനേജ്മെൻറ്റും, BBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും, BCAയുടെ കൂടെ ആണെങ്കിൽ BCA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. ഇത് 3 അവരുടെ കോഴ്സസും അതിൻ്റെ കൂടെ വരുന്ന സ്പെഷ്യലൈസേഷൻസും. പിന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് ആഡ് ഓൺ ആയിട്ടല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. എനപ്പോയുടെ ഓൺലൈൻ ഡിഗ്രിയുടെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 98.7% ആണ്. പിന്നെ ക്ലാസ്സസ് എല്ലാം ഓൺലൈൻ ആണ്. അതായത് എനപ്പോയ്ക്ക് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം LMS എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം ത്രൂ ആണ് ക്ലാസ്സസ് എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം എനപ്പോയിൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു കോഴ്സ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഈ പോർട്ടലിൽ എൻ്റർ ആവാൻ പറ്റുകയും അതുപോലെ തന്നെ ആ പോർട്ടൽ ത്രൂ ഇവർക്ക് കറക്റ്റ് ക്ലാസ്സസ് ഒക്കെ അതിൽ ത്രൂ കിട്ടും. അതിനകത്ത് ഇവർക്ക് അക്കാദമിക് കലണ്ടർ ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളതെന്നുള്ളത്. എവരി സാറ്റർഡേ സൺഡേ ആണ് ലൈവ് ക്ലാസ്സസ് വരുന്നത്. ഇനി ലൈവ് ക്ലാസ്സസ് ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ LMSൻ്റെ അകത്ത് തന്നെ റെക്കോർഡഡ് ആൻഡ് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ LMSൽ ഇവരുടെ ഫാക്കൽറ്റീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചോദിക്കാം. ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി LMS ത്രൂ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാച്ച്മേറ്റ്സ്, അവരുടെ ആ ഒരു കോഴ്സിൻ്റെ അതേ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഈ ഒരു LMS പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഇവരുടെ പ്രോജക്ട്സ്, അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ എല്ലാ സ്റ്റുഡൻസിനും ഒരു ലൈൻസ് മാനേജർ ഉണ്ട്. അതായത് ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഇവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻസിനും എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആയിട്ടൊരു ലെൻസ് മാനേജറും ഉണ്ടായിരിക്കും. പിന്നെ എനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് എല്ലാം തന്നെ വരുന്നത് ഓൺലൈൻ ആയിരിക്കും. സെമസ്റ്റർ വൈസ് ആണ് അവിടെ എക്സാം വരുന്നത്. 3 വർഷമായിട്ടാണ് കോഴ്സ് വരുന്നത്. 6 സെമസ്റ്റർ ഉണ്ടായിരിക്കും. ഓരോ സെമസ്റ്ററിലും എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 1.5 മാസത്തിൽ അതിൻ്റെ സപ്ലിമെൻ്ററി എക്സാമും വരുന്നുണ്ട്. പിന്നെ റിസൾട്ട് ആണെങ്കിലും മാക്സിമം പോയാൽ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കിൽ റിസൾട്ട് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ എനപ്പോയ്ക്കുള്ള വേറൊരു പ്രത്യേകത യോഷ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയും കൂടി സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എനപ്പോയ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. ഇത് ത്രൂ ഈ സ്റ്റുഡൻസിന് ഇവരുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെമസ്റ്ററിലെ മാർക്ക് ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു പോർട്ടൽ ത്രൂ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും എനപ്പോയ ഏകദേശം 2000-ഓളം കമ്പനികളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതിൽ 137+ മൾട്ടിനാഷണൽ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളിലേക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ യോഷ് ത്രൂ ഇവർക്ക് അപ്ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇത് മാത്രമല്ല എനപ്പോയുടെ നാക് സ്കോർ എന്ന് പറയുന്നത് 3.46 ഔട്ട് ഓഫ് 4 ആണ്. നാക് A+ ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ NIRF ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ PSCയുടെ കാര്യത്തിൽ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് ആദ്യത്തെ 100-നുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇവർ PSC UPSC എക്സാംസിന് എലിജിബിൾ ആണെന്നുള്ളത്. അപ്പോൾ എനപ്പോയിൽ പഠിച്ചാലും ഇവർ PSC UPSC എക്സാമിന് എലിജിബിൾ ആണ്. കാരണം എനപ്പോയ്ക്ക് NIRF
ഓഫ് 85th റാങ്ക് ഉണ്ട്. സോ ഓൺലൈൻ ഡിഗ്രിയെ പറ്റി ഡൗട്ട്സ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾക്ക് കോളേജിൽ പോയി ഡിഗ്രി പഠിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ഡിഗ്രിയെക്കാട്ടിയും ബെറ്റർ ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്ത് പഠിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസ് ഫേസിൻ്റെ നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എനപ്പോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയണമെങ്കിൽ എനപ്പോയുടെ അഡ്മിഷൻ കൗൺസിലിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവർ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.